ഒരടിപൊളി ക്യൂട്ടായിട്ടുള്ളൊരു ക്രാഫ്റ്റ് ട്യൂട്ടോറിയൽ ചെയ്താലോ? ഇതേപോലെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ ഭയങ്കര സിമ്പിളാണ് കേട്ടോ. ജസ്റ്റ് ഒരു ചെറിയ കഷ്ണം പേപ്പർ മാത്രം മതി. എന്നിട്ട് നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ 9 കോളംസ് വരയ്ക്കുക. എപ്പോഴും കുറച്ച് കളർഫുൾ ആയിട്ടുള്ള പേപ്പേഴ്സ് എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ കുറച്ചുകൂടെ അട്രാക്റ്റീവായിട്ട് നമുക്ക് തോന്നും. അതിനുശേഷം ഞാൻ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്ന പോലെ തന്നെ നിങ്ങൾ കട്ട് ചെയ്ത് കൊടുക്കുക. ഈ ട്യൂട്ടോറിയൽ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ ഭയങ്കര സിമ്പിളായിട്ട് മനസ്സിലാവും. ഭയങ്കര ഈസിയാണ്, പക്ഷേ ഭയങ്കര ക്യൂട്ടാണ് കേട്ടോ. ക്രാഫ്റ്റ് വീഡിയോസ് ചെയ്യാനൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക്, അതായത് ബിഗിനേഴ്സിനൊക്കെ ഭയങ്കര ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ക്രാഫ്റ്റ് കൂടെയാണ്. എന്നിട്ട് നമ്മുടെ ഫെവിക്കോൾ യൂസ് ചെയ്തിട്ട് ഞാൻ ഒട്ടിച്ച് കൊടുത്ത പോലെ നമ്മൾ കട്ട് ചെയ്ത ഭാഗം കൂട്ടി യോജിപ്പിച്ച് ഒട്ടിച്ചു കൊടുക്കുക. പിന്നെ ഒരു ബാഗിൻ്റെ ബേസ് ആയിട്ടുള്ളൊരു ട്യൂട്ടോറിയൽ ആയതുകൊണ്ട് തന്നെ ചെറിയൊരു പേപ്പറും കൂടെ കട്ട് ചെയ്തിട്ട് ഹാൻഡിൽ പോലെ അല്ലെങ്കിൽ നമ്മുടെ ഹാങ്ങിങ് പോലെ ഈ ഒരു രീതിക്ക് കൊടുക്കുക. അതിനുശേഷം കുറച്ചുകൂടെ ഒന്ന് ക്യൂട്ടാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഫ്ലവറോ അല്ലെങ്കിൽ പേപ്പറിൽ തന്നെ നമുക്ക് ബോ ഉണ്ടാക്കാം. ഞാനിവിടെ ഒരു ഫ്ലവറാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം ഒരു വൈറ്റ് അക്രിലിക് പെയിൻറ് എടുത്തിട്ട് കുറച്ച് കളർഫുള്ളായിട്ട് പോൾക്ക ഡോട്ട്സ് ഒക്കെ ഇട്ട് കൊടുത്തു കേട്ടോ. വെറും ജസ്റ്റ് പ്ലെയിൻ ആയിട്ടുള്ള ഒരു യെല്ലോ ഷീറ്റായിരുന്നു, അപ്പോൾ അതിന് അത്ര ഭംഗിയില്ല. അപ്പോൾ ഈ ഒരു കളറും കൂടെ കൊടുത്തപ്പം യെല്ലോ വിത്ത് വൈറ്റ് കൂടെ ആയപ്പം നല്ല ഭംഗിയായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. നിങ്ങൾക്ക് ഇഷ്ടമായോ ഇല്ലയോ എന്നൊക്കെ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. ഭയങ്കര സിമ്പിളാണ്, ഭയങ്കര ക്യൂട്ടാണ്. ക്രാഫ്റ്റിംഗ് വീഡിയോസൊക്കെ ചെയ്യാൻ ഇഷ്ടമുള്ള ആൾക്കാർക്ക് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയ ഒരു കിടിലൻ ക്രാഫ്റ്റ് ഐഡിയ ആണ് കേട്ടോ. എല്ലാവരും ചെയ്ത് നോക്കുക, നമുക്ക് ഇഷ്ടപ്പെടും. അതോടൊപ്പം തന്നെ ഭയങ്കര ഈസി ആയിട്ട് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാനും പറ്റും. നമ്മുടെയൊക്കെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള പേപ്പർ മാത്രം മതി.